ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് ഒരു പ്രതിസന്ധി സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പറയാൻ കാരണം അവർക്ക് പല താരങ്ങളെയും ഇപ്പോൾ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. പരിക്കാണ് റയലിന് ഏറ്റവും കൂടുതൽ തടസ്സം സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് പ്രതിരോധത്തിലെ പല സുപ്രധാന താരങ്ങളും ഇപ്പോൾ ലഭ്യമല്ല. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ കളിപ്പിക്കാൻ പറ്റിയ താരങ്ങൾ പോലും ഇപ്പോൾ അവിടെ ലഭ്യമല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ നീക്കങ്ങൾ നടത്താൻ പെരസ് തയ്യാറായിട്ടുമില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഡയാരിയോ എസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് വരുന്ന സമ്മറിൽ കാതലായ മാറ്റങ്ങൾ വരുത്താൻ റയൽ മാഡ്രിഡ് ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് എസ് പറഞ്ഞിട്ടുള്ളത്. 7 താരങ്ങളെ ക്ലബിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി റയൽ മാഡ്രിഡ് അടുത്ത സമ്മറിൽ ശ്രമിക്കും എന്നാണ് ഇവരുടെ റിപ്പോർട്ട്. അതിൽ ഒന്നാമത്തെ താരം ഡീൻ ഹുയ്സൺ ആണ്. സ്പാനിഷ് താരമായ ഇദ്ദേഹം പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബേൺമൗത്തിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഹുയ്സണെ സ്വന്തമാക്കാൻ റയലിന് താല്പര്യമുണ്ട്. പക്ഷെ അത് ഒരിക്കലും എളുപ്പമാവില്ല. പല വമ്പൻ ക്ലബ്ബുകളും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് ഡീൻ ഹുയ്സൺ. ഇനി രണ്ടാമത്തെ താരം മിഗേൽ ഗൂട്ടിറസ് ആണ്. അദ്ദേഹം നിലവിൽ ജിറോണയ്ക്ക് വേണ്ടി കളിക്കുന്ന ലെഫ്റ്റ് ബാക്ക് താരമാണ്. നമുക്കറിയാം റയൽ മാഡ്രിഡിലൂടെ വളർന്നു വന്ന താരമാണ് ഗൂട്ടിറസ്. പക്ഷെ പിന്നീട് അദ്ദേഹം ജിറോണയിലേക്ക് പോവുകയായിരുന്നു. അവിടെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ തിരിച്ചെത്തിക്കാൻ റയലിന് താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറിയാൻ വിഡ്സിനെ കൊണ്ടുവരാൻ റയലിന് വലിയ താല്പര്യമുണ്ട്. ബയർ ലെവർക്യൂസന് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന ജർമ്മൻ താരമാണ് ഫ്ലോറിയാൻ വിഡ്സ്. അതുപോലെ തന്നെ മാർട്ടിൻ സുബിമെൻഡി, റയൽ സോസിഡാഡിന് വേണ്ടി കളിക്കുന്ന സ്പാനിഷ് താരമാണ് സുബിമെൻഡി. അദ്ദേഹത്തെ കൊണ്ടുവരാനും റയലിന് താല്പര്യമുണ്ട് എന്നാണ് ഡയാരിയോ എസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല. ലിവർപൂൾ ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾക്ക് അദ്ദേഹത്തിൽ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ബാലൻഡിയോർ ജേതാവായ റോഡ്രിയിൽ താല്പര്യമുള്ള ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. റോഡ്രി നിലവിൽ പരിക്കിന്റെ പിടിയിലാണ്. മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തെ കൈവിടുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ജോഷുവ കിമ്മിച്ചിനെ കൊണ്ടുവരാനും റയലിന് താല്പര്യമുണ്ട് എന്നാണ് ഇപ്പോൾ ഡയാരിയോ എസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബയേണിന് വേണ്ടി കളിക്കുന്ന ജർമ്മൻ താരമാണ് ജോഷുവ കിമ്മിച്ച്. അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് വരുന്ന സമ്മറിൽ പൂർത്തിയാകും എന്നുള്ളതാണ്. റയലിനെ കൂടാതെ പല ക്ലബ്ബുകളും അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അലക്സാണ്ടർ അർണോൾഡിനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും റയൽ മാഡ്രിഡ് നടത്തും. അദ്ദേഹത്തെ കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ ക്ലബ്ബ് പ്രതീക്ഷിക്കുന്നത്. റൈറ്റ് ബാക്ക് പൊസിഷനിലേക്കാണ് ഇപ്പോൾ അലക്സാണ്ടർ അർണോൾഡിനെ ലക്ഷ്യം വെക്കുന്നത്. ഏതായാലും ഇത്രയും താരങ്ങളെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ റയൽ മാഡ്രിഡ് നടത്തും എന്നുള്ളത് ഡയാരിയോ എസ് പറഞ്ഞു കഴിഞ്ഞു. എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.